ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അമ്പലം റോഡ്, ചെറുപുഴ. SNDP കുടുംബ കൂട്ടായ്മ നല്ലോമ്പുഴ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ചടങ്ങിൽ ബൈജു PS സ്വാഗതം ആശംസിച്ചു. സുധാകരൻ ആനക്കുഴിയിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം ശിവഗിരി മഠം സുരേശാനന്ദ സ്വാമികൾ നിർവഹിച്ചു. GDPS കണ്ണൂർ ജില്ലാ സെക്രട്ടറി ബിജു പാലക്കൽ, വിജയൻ MM, ഷിജു AS, GDPS കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കുമാരൻ മാസ്റ്റർ, ജിജോ ചട്ടമല എന്നിവർ പ്രസംഗിച്ചു. കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗുരുദേവ വിശ്വാസികളുടെ കൂട്ടായ്മയിൽ ഇന്ന് കൂടുന്ന ഈ ഒരു യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന സുധാകരൻ സാർ, അതേപോലെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി വിനോദ് ആറ്റപ്പിൽ, കണ്ണൂർ ജില്ലയിലെ ഗുരുധർമ്മ പ്രകടന സഭയുടെ സെക്രട്ടറി ബിജു, അതേപോലെ കാസർഗോഡ് ജില്ലയുടെ ട്രഷററായിട്ട് പ്രവർത്തിക്കുന്ന കുമാരൻ മാഷ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് ബഹുമാനായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, മറ്റ് ആത്മസഹോദരങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷവും വളരെ പ്രതീക്ഷയും തോന്നുന്ന ഒരു സുദിനമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അനുഭവപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിൽ ശിവഗിരി മഠത്തിൻ്റെ ഒരു ജില്ലാ സ്ഥാപനം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 2-3 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ആ കാലയളവിൽ നമ്മൾ അറിയാതെ പോയ, കാണാതെ പോയ, ശ്രദ്ധിക്കാതെ പോയ ഒരു സ്ഥലമായിരുന്നു ചിറ്റാരിക്കാൽ. മറ്റെല്ലാ പ്രദേശങ്ങളിലും, കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും മറ്റ് മലബാറിലും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എല്ലാവരെയും കാണാനും അവരെയൊക്കെ ആ ഒരു കാസർഗോഡ് ജില്ലയിലേക്ക്, മലബാറിലേക്ക് ശിവഗിരി മഠത്തിൻ്റെ പ്രവർത്തനം വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് ജില്ലയിൽ നമ്മളൊരു പുതിയ സ്ഥാപനം ചെയ്തത്. ഉടനെ ഇനി കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥാപനമായിട്ട് ഇനിയിപ്പോൾ ചെറുപുഴ ഒരു ബ്രാഞ്ച് വരും. അതുപോലെ മലബാറിൽ കേന്ദ്രീകരിച്ച് ഗുരുവിൻ്റെ ദർശനത്തെയും ഗുരുവിൻ്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും ഒക്കെ സംബന്ധിച്ചുള്ള പഠനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും വളരെ കാര്യക്ഷമമായി നടത്തി വരാൻ ശിവഗിരി മഠം വളരെ ആഗ്രഹത്തോടെയാണ് പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗത്തിൽ നമ്മൾ പ്രവർത്തിച്ചു വന്നപ്പോൾ തന്നെ ഇവിടെയും ഇങ്ങനെ ഒരു ആഗ്രഹം, ഇവിടെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഒരു കൂട്ടായ്മ ഉണ്ടാകണം. കൂട്ടായ്മയിലൂടെ ആ കൂട്ടായ്മയിലുള്ളിലുള്ള എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനയായാലും മറ്റ് വിശേഷങ്ങളിലും മറ്റു നമ്മൾക്ക് ഇപ്പോൾ പറയും പോലെ കല്യാണമായാലും മറ്റു മരണമായാലും അതിനെ സംബന്ധിച്ച പ്രാർത്ഥനകളും മറ്റും, അതുപോലെ അത് കൂടാതെ ഒരു സമൂഹത്തെ നമ്മൾക്കറിയാം, ഗുരുവിൻ്റെ ജീവിതവും അവതാര ഉദ്ദേശ്യമൊക്കെ നമുക്കറിയാം. ഒരു അന്നത്തെ സമൂഹത്തെ ചരിത്രപരമായ പഠനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ ആ ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കേരളം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ ബഹിഷ്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ, അടിസ്ഥാന വർഗത്തിൻ്റെ ഇടയിലായിരുന്നു ഗുരുവിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉപദേശങ്ങളും പ്രബോധനങ്ങളെല്ലാം നടന്നത്. അതിൻ്റെ തന്നെ ഒരു വലിയ ഒരു മാറ്റമാണ്, നവീകരണമാണ്, സംസ്കരണമാണ് ഇന്ന് കാണുന്ന കേരളത്തെ മാറ്റിമറിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും അടിസ്ഥാന വർഗ ജനങ്ങളുടെ ഇടയിലായിരുന്നു, മനുഷ്യരുടെ ഇടയിലായിരുന്നു. അവിടുത്തെ ജാതിയുടെയും മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും ഒന്നും പേരിൽ കലഹിക്കാത്ത, മനുഷ്യത്വമുള്ള, സ്നേഹമുള്ള, പരോപകാരാർത്ഥം മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള വലിയ ഇവിടുത്തെ ദൈവത്തിൻ്റെ സന്തതികളെന്നറിയപ്പെടുന്ന സാധാരണ മനുഷ്യരുടെ ഇടയിലായിരുന്നു. അപ്പോൾ ആ മനുഷ്യരെയൊക്കെ ഗുരു ഉയർത്തിക്കൊണ്ട് വന്നത് നമ്മൾക്കറിയാം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന SNDP എന്ന് പറയുന്ന വലിയൊരു സംഘടനയിലൂടെയായിരുന്നു. സംഘടന കൊണ്ട് ശക്തരാകാൻ ഗുരു പറഞ്ഞു, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാൻ ഗുരു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സാക്ഷാത്കാരം എന്നോണം 1903 SNDP രൂപീകരിക്കുകയും അതൊരു പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് സമൂഹത്തിൽ നിന്നിരുന്ന എല്ലാ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും ആ പ്രസ്ഥാനത്തിലൂടെ, സംഘടനയിലൂടെ അത് നവീകരിച്ചു കൊണ്ടുവന്നു. അതേപോലെ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എല്ലാം ദൂരീകരിക്കാനും പരിഷ്കരിക്കാനും സംസ്കരിക്കാനും ആ SNDP എന്ന് പറയുന്ന ആ ഒരു സംഘടനയ്ക്ക് അതിലൂടെ സാധ്യമായി. അങ്ങനെ സാധിച്ചെടുത്ത ഒരു കേരള സമൂഹമാണ് ഇന്ന് കാണുന്ന മതനിരപേക്ഷ കേരളം എന്ന് പറയുന്ന, വിദ്യാഭ്യാസത്തിൽ മുന്നിലെന്ന് പറയുന്ന കേരളത്തെയൊക്കെ ഇന്ന് മാറ്റിമറിച്ച് ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടിയിരുന്ന് ഇതുപോലുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിയത്തക്ക തരത്തിൽ നമ്മളെ, ഈ മനുഷ്യ സമൂഹത്തെ, കേരള സമൂഹത്തെ മാറ്റിമറിച്ചത്, സംസ്കരിച്ചത് ഈ ഒരു സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഫലമായാണ്, മുഖ്യമായും.
അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സംഘടന കൊണ്ട് ശക്തരാകുക എന്നുള്ള ഗുരുവിന്റെ പ്രബോധനങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കണം. ഇന്നും സംഘടിക്കാതെ അസംഘടിതരായി ജീവിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം മനുഷ്യർ ഇന്നും കേരളക്കരയിലുണ്ട്. അവരുടെ അവകാശങ്ങളോ സ്വാതന്ത്ര്യമോ ഒരു തരത്തിലുള്ള പുരോഗമനവും ഇല്ലാതെ മനുഷ്യരെന്ന് പോലും പറയാൻ പറ്റാതെ ജീവിക്കുന്ന ഒരു വലിയ സമൂഹമാണ്. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 920775 777.